In the last class, we have discussed about the stack, its memory representation in using arrays, operations, and applications. And now we will see the postfix expression evaluation in detail. So, what is a postfix expression? A postfix expression is a collection of operators and operands in which the operator is placed after the operands. That means in a postfix expression, the operator follows the operands, and it is also called reverse Polish notation. Okay, so we have different operands and operators, and we can say it's a collection of operators and operands. Suppose we have two operands, operand 1 and operand 2. This operator will follow this operands. Okay, so we have an example here, x, y plus. Here x and y are operands. X is operand 1 and y is operand 2, and plus is the operator. ഓക്കെ, അപ്പോൾ ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ശേഷം എന്നുള്ളത്. അതായത് നമ്മൾ ഓപ്പറേറ്റർ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിഫിക്സ്, ഇൻഫിക്സ്, പോസ്റ്റ് ഫിക്സ് എന്ന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഒരു പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ എന്ന് പറയുമ്പോൾ എന്താ? പ്രീ ഡിഗ്രി, ഡിഗ്രിക്ക് മുമ്പേ ഉള്ളത് എന്നായിരുന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഗ്രാജുവേഷന് ശേഷം വരുന്നത് എന്നാ അല്ലേ? ഇപ്പോൾ പോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഒന്നിന് ശേഷം വരുന്നതിനെയാണ് നമ്മൾ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡോക്ടറേറ്റ് കഴിഞ്ഞ് വരുമ്പോൾ പോസ്റ്റ് ഡോക്ടറൽ ഫെലോ എന്ന് പറയുന്നത് പോലെ ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ പ്രിഫിക്സ്, ഇൻഫിക്സ്, പ്രിഫിക്സ് ആൻഡ് പോസ്റ്റ് ഫിക്സ്, ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ എക്സ്പ്രഷൻസിനെ. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷൻസിൽ ഓപ്പറേറ്റേഴ്സ് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മൂന്ന് ഡിവിഷൻ പറയാൻ വേണ്ടി പറ്റുക. ഇൻഫിക്സ് എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ദ ഓപ്പറേറ്റേഴ്സ് ഓപ്പറൻസ് വി ആർ പ്ലേസിങ് ദിസ് ഓപ്പറേറ്റർ. ഓക്കെ, പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഇവിടെ പ്രിഫിക്സ്, ഓപ്പറൻസിന് മുമ്പായിട്ടാണ് നമ്മൾ എന്ത് പ്ലേസ് ചെയ്യുന്നത്? ഓപ്പറേറ്റർ പ്ലേസ് ചെയ്യുന്നത്. ഇനി പോസ്റ്റ് ഫിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പറൻസിന് ശേഷമാണ് എന്ത് പ്ലേസ് ചെയ്യുന്നത്? ഈ ഓപ്പറേറ്റർ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഫിക്സ് എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ, അതായത് ഇപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എയും ബിയും ഓപ്പറൻസ് ആണ്, പ്ലസ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്ററാണ്. എന്ത് യൂസ് ചെയ്തിട്ടാണോ നമ്മളൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്, അതാണ് ഒരു ഓപ്പറേറ്റർ. ഓക്കെ, ഇപ്പോൾ പ്ലസ് അഡീഷൻ ഓപ്പറേറ്റർ, മൈനസ് എന്ന് പറയുമ്പോൾ അതൊരു സബ്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ, അതുപോലെ സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താ? ഒരു മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ. അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ദീസ് ഓപ്പറേറ്റേഴ്സ് ഓപ്പറൻസ്, അതാണ് എന്ത്? ഇൻഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു പ്രിഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുമ്പോൾ പ്രീ എന്ന് പറയുമ്പോൾ എന്താ? മുമ്പിൽ. അപ്പോൾ പ്രിഫിക്സ്, അപ്പോൾ മുമ്പിൽ നമ്മൾ എന്ത് പ്ലേസ് ചെയ്യുന്നത്? ഓപ്പറേറ്റർ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലസ് എ ബി എന്ന് പറയുമ്പോൾ എന്തായി? ഈ ഓപ്പറൻസിന് മുമ്പായിട്ട് നമ്മൾ എന്ത് പ്ലേസ് ചെയ്യുന്നു? നമ്മുടെ ഓപ്പറേറ്റർ പ്ലേസ് ചെയ്യുന്നു. ഇനി എ ബി പ്ലസ് എന്ന് പറയുമ്പോൾ എന്താ? പോസ്റ്റ് ഫിക്സ്. കാരണം നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്തത്? ഓപ്പറൻസിന് ശേഷമാണ് നമ്മൾ എന്ത് പ്ലേസ് ചെയ്യുന്നത്? ഈ ഓപ്പറേറ്റർ പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഓപ്പറേറ്റർ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇൻഫിക്സ് എക്സ്പ്രഷൻ, പ്രിഫിക്സ് എക്സ്പ്രഷൻ ആൻഡ് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്റ്റാക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഈ ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. പ്രിഫിക്സ് നൊട്ടേഷനെ പോളിഷ് നൊട്ടേഷൻ എന്നും പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനെ റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ എന്നും പറയാം. ഓക്കെ, so the postfix expression evaluation using stack data structure. A postfix expression can be evaluated using the stack data structure. So to evaluate a postfix expression using the stack data structure, we can use the following steps. So
read all the symbols one by one from left to right in the given postfix expression. If the reading symbol is operand, then push it onto the stack. And if the reading symbol is operator, plus, that means plus, minus, equal, division operator, multiplication operator, like that. So if we are reading such symbols, then perform two pop operations and store the two popped operands in two different variables such as operand 1 and operand 2. Then solve the expression and push the result back onto the stack. Then repeat the above until all characters have been processed, at which point the last element remaining in the stack becomes the result. Okay, സോ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഏതാണോ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ, ആ എക്സ്പ്രഷൻ 1 by 1 ആയിട്ട് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് റീഡ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ആ റീഡ് ചെയ്യുന്ന ഓരോ സിമ്പിളും എന്താണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇഫ് ദ റീഡിങ് സിമ്പിൾ ഈസ് ഓപ്പറൻറ്റ്, ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഓപ്പറൻറ്റ്, എന്താണ് ഓപ്പറേറ്റർ എന്നുള്ളത്. ഇപ്പോൾ ഓപ്പറൻറ്റ് എന്ന് പറയുമ്പോൾ എ ബി പ്ലസ് ആകുമ്പോൾ എയും ബിയും ആണ് ഓപ്പറൻസ്. ഓക്കെ, അപ്പോൾ ഏതിലാണ് നമ്മൾ ആ ഒരു ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്, അതാണ് ഒരു ഓപ്പറൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റീഡ് ചെയ്യുന്ന സിമ്പിൾ ഒരു ഓപ്പറൻറ്റ് ആണെങ്കിൽ വി വിൽ പുഷ് ഇറ്റ് ഇൻ ടു ദി സ്റ്റാക്ക്. അപ്പോൾ ഇനി നമ്മൾ റീഡ് ചെയ്യുന്നൊരു ഓപ്പറേറ്റർ സപ്പോസ് ഒരു പ്ലസ്, മൈനസ് അല്ലെങ്കിൽ ഡിവിഷൻ ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളൊരു ഓപ്പറേറ്റർ പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു ഓപ്പറൻറ്റ് ഉണ്ടായിരിക്കണം, അല്ലേ? ഒരു അഡീഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ, അവിടെ എന്തായാലും ആ അഡീഷൻ ചെയ്യേണ്ടത് ഏതിലാണ്, ഏതെങ്കിലും ഓപ്പറൻസിലായിരിക്കും. അപ്പോൾ ഈ ഓപ്പറൻസ് നമ്മൾ എവിടെ നിന്ന് എടുക്കും, ഓൾറെഡി നമ്മൾ ഒരു സ്റ്റാക്കിൽ പുഷ് ചെയ്തിരിക്കുന്ന ടോപ്പിലുള്ള 2 ഓപ്പറൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതെടുക്കുക, ഓപ്ഷൻ പെർഫോം ചെയ്യുക, അതിനുശേഷം അതിൻ്റെ റിസൾട്ട് നമ്മുടെ സ്റ്റാക്കിലേക്ക് ഇടുന്നു. ഓക്കെ, ഇനി ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക എവിടെ വരെ, അണ്ടിൽ ഓൾ ക്യാരക്ടേഴ്സ് ഹാവ് ബീൻ പ്രോസസ്. എല്ലാ ക്യാരക്ടേഴ്സും നമ്മുടെ എക്സ്പ്രഷനിലെ എല്ലാ ക്യാരക്ടേഴ്സും റീഡ് ചെയ്യുന്നവരെ ഈ ഒരു സെയിം പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുമ്പോൾ എന്താ, അവിടെ ഒരു ലാസ്റ്റ് ഒരു എലമെൻറ്റേ ഉണ്ടായിരിക്കുള്ളൂ. ആ എലമെൻ്റാണ് എന്ത്, നമ്മുടെ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ we have an example here. The postfix expression is 4, 5 plus 7, 2 minus and multiplication. So read the expression from left to right. So first symbol is 4. 4 is an operator. So what we have to do, we will push this 4 into the stack. Okay, then next symbol is 5. That is also an operator. So we will push that into the stack. Okay, then plus, now we see an operator. So pop these 2 items from the stack, perform the operation and push the result into the stack. Okay, so plus means that is an operator. So we have to pop 2 elements from the stack, that is 5 and 4. The top element is 5. That 5 will place on the rightmost part and 4 will place on the leftmost part. Okay, സോ എന്താ നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മൾ 5 എന്ന് പറയുന്ന ടോപ്പിലെ എലമെൻ്റ് എടുത്ത് നമ്മൾ എവിടെയാണ് ആദ്യം വെക്കുന്നത്, നമ്മുടെ റൈറ്റ് പാർട്ടിലാണ് വെക്കുന്നത്. ഓക്കെ, ഒരു പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ആ അഡീഷൻ ഓപ്പറേഷൻ്റെ 2 സൈഡിലുമാണ് നമ്മൾ വെക്കുന്നത് ഓപ്പറൻസ്. അപ്പോൾ ഈ ഓപ്പറേഷൻ നടത്തുന്ന നമ്മുടെ ഓപ്പറൻസിൽ പ്ലസിൻ്റെ റൈറ്റ് സൈഡിൽ വെക്കുന്ന നമ്മുടെ ടോപ്പ് എലമെൻ്റ് ആയിരിക്കും, ലെഫ്റ്റിൽ വെക്കുന്ന നമ്മുടെ bottom element ആയിരിക്കും. Okay, then we have pushed that 9 into the stack and now the symbol is 7. So 7 is also an operator. So we will push that into the stack and next character is 2. That is also an operator. So we will push that into the stack. Then the next is an operator. So we need to pop 2 top elements and perform the operation and push the result into the stack. So here this is a minus operator. So the topmost element we have to place on the right side of the operator. Okay, the top element we have to place on the right side of the operator. So 2
we place on the right side, 7 we place on the left side. Okay, so the result is 5. If we have placed in the other way, that means 2 minus 7, then the result will be minus 5. So the postfix expression evaluation result will be wrong. So you have to take care of that. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 2 എടുത്തു. ടോപ്പിൽ നിങ്ങളിപ്പോൾ അറബി എഴുതുന്ന സമയത്ത് നിങ്ങളിവിടെ റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് എഴുതുക അല്ലേ. അതുപോലെ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ടോപ്പിൽ എലമെൻ്റ് എടുത്ത് നിങ്ങൾ ഫസ്റ്റ് റൈറ്റിൽ എഴുതി, അതിനുശേഷം നിങ്ങളുടെ ഓപ്പറേറ്റർ എഴുതി, അതിനുശേഷം നിങ്ങളുടെ അതിൻ്റെ താഴെയുള്ള ക്യാരക്ടർ പോപ്പ് ചെയ്തു, അതിനെ നിങ്ങളതിൻ്റെ ലെഫ്റ്റിലായിട്ട് പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ 7 മൈനസ് 2 എന്താണ് റിസൾട്ട്? 5. സോ ആ 5നെ നിങ്ങൾ തിരിച്ചെന്ത് ചെയ്തു? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. Then the next character is multiplicator operation. So we have to take 2 top elements from the stack and perform the operation and push the result into the stack. Okay, so 9 into 5 is equal to 45, and this result we will push into the stack. So since we are done scanning the characters, the remaining elements in the stack becomes the result of the postfix expression. Okay, അപ്പോൾ ഇവിടെ നമ്മൾ ആ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ ഫുൾ ക്യാരക്ടേഴ്സ് നമ്മൾ ഓൾറെഡി റീഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് കിട്ടിയ റിസൾട്ടാണ് നമ്മൾ ഇതിലുള്ളത്, നമ്മുടെ സ്റ്റാക്കിലുള്ളത്. അപ്പോൾ ആ സ്റ്റാക്കിലുള്ള ആ വാല്യൂ ആണ് എന്ത്? ആ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, now we have another example. Expression 4, 5, 6 into plus. So we will scan from left to right. So 4 is an operator, so we push. Then 5, that is also an operand, so we will push. And the next is also an operand, so we'll push that also into the stack. Then the next character is multiplication operator, so we have to perform an operation. So we have to pop 2 top elements from the stock. So we are taking 6 and 5, not 4 and 5. Why? We have to take the top elements, right? So we are performing the multiplication operation on the top elements, that is 6 and 5. So we will perform the multiplication of operation. 6 into 5 is equal to 30. So we will push that result into the stack. And then the next operator is plus. So 30 plus 4 is equal to 34, and that result will also push into the stack. So this final result is the result of the postfix expression evaluation. Okay, then now we'll discuss about the advantages of this postfix expression. So it is easy to work with, and the next one is there is no parenthesis. So therefore the order of evaluation is calculated by the position of operators and the relative position of the operands. Okay, ഇപ്പോൾ നമ്മളൊരു ഇൻഫിക്സിൻ്റെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ, സപ്പോസ് ഇപ്പോൾ എടുക്കുന്ന സമയത്ത് 3 plus 4 into 5 plus 2 എന്നുള്ള രീതിയിലൊരു എക്സ്പ്രഷൻ ആണെങ്കിൽ ഇവിടെ നമുക്ക് പരാന്തസിസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പരാന്തസിസ് എടുക്കുമ്പോൾ ആ ഒരു എക്സ്പ്രഷനാണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഈ ഒരു പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനിൽ നമുക്ക് ഇതുപോലുള്ള ഒരു ഇവാലുവേഷന് വേണ്ടി നമുക്ക് പരാന്തസിസ് ഇല്ല. അപ്പോൾ പരാന്തസിസ് നമുക്കിവിടെ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഓപ്പറേറ്റേഴ്സിൻ്റെയും ഓപ്പറൻസിൻ്റെയും റിലേറ്റീവ് പൊസിഷൻ വെച്ചാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഇവാലുവേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണൊരു പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്റ്റാക്കിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എന്താണ് ഒരു പോസ്റ്റ്ഫിക്സ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. അതായത് ഒരു ഓപ്പറേറ്റർ പ്ലേസ് ചെയ്യുന്നത് ഓപ്പറൻസിന് ശേഷമായിരിക്കും. അപ്പോൾ ഇതൊരു സ്റ്റാക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിയത്. ഓക്കെ, അപ്പോൾ ഏതൊരു പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനെയും നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് റീഡ് ചെയ്യുക. അപ്പോൾ ഓരോ സിമ്പിളും അത് എന്താണോ എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള പെർഫോമേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഓപ്പറൻ്റ് ആണെങ്കിൽ അത് നമ്മൾ സ്റ്റാക്കിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ ഓൾറെഡി സ്റ്റാക്കിലുള്ള 2 ടോപ്പ് എലമെൻറ്റ്സിനെ പോപ്പ് ചെയ്തിട്ട് അതിൽ നമ്മൾ ആ ഒരു ആക്ഷൻ പെർഫോം ചെയ്തു. അതിനുശേഷം അതിൻ്റെ റിസൾട്ട് നമ്മൾ തിരിച്ച് സ്റ്റാക്കിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിനാണ് നമ്മൾ ആ ഒരു എക്സ്പ്രഷൻ്റെ
ലാസ്റ്റ് വരെയും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതിൽ ലാസ്റ്റ് എന്താണോ റിസൾട്ട് വരുന്നത് ആ സിംഗിൾ എലമെൻ്റ് ആയിരിക്കും നമ്മുടെ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ്റെ ഇവാലുവേഷൻ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ പാരാന്തസിസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഓപ്പറേറ്റേഴ്സിൻ്റെയും ഓപ്പറൻസിൻ്റെയും റിലേറ്റീവ് പൊസിഷൻ മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി postfix expression evaluation. Thank you.